തലസ്ഥാന നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും രാപകലില്ലാതെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഏതു സമയവും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഇവിടെ? ജോലി കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരെ പോലും ലൈംഗിക അതിക്രമം. വീട്ടിലും താമസ സ്ഥലത്തും അതിക്രമിച്ചു കയറിയുള്ള പീഡനം. ഭയത്തോടെയാണ് ഈ നാട്ടിലെ യുവതികളും പെൺകുട്ടികളും ജീവിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കിടന്നുറങ്ങുകയായിരുന്ന IT ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അർദ്ധരാത്രിയിലാണ്. അജ്ഞാതന്റെ ആക്രമണത്തിൽ ഭയന്നു വിറച്ച യുവതിക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഇതോടൊപ്പം കോഴിക്കോട് +1 വിദ്യാർത്ഥിയെ സീനിയേഴ്സ് മർദ്ദിച്ച കേസും വിശദമായി പരിശോധിക്കേണ്ടതാണ്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. സ്വന്തം വീട്ടിലും ഹോസ്റ്റലിലും പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. അത്രയ്ക്കും ഭയാനകമാണ് ഈ നാട്ടിലെ സാഹചര്യം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയാണ് IT ജീവനക്കാരിയായി യുവതിയെ പീഡിപ്പിച്ചത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് അജ്ഞാതൻ യുവതിയെ കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത കഴക്കൂട്ടം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തനിക്ക് നേരെ അതിക്രമം കാണിച്ചയാളെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലാണ് സംഭവം. പുലർച്ചെയോടെയാണ് ഹോസ്റ്റൽ മുറിയിലേക്ക് അജ്ഞാതൻ അതിക്രമിച്ചു കയറിയത്. IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി മുറിയിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. പ്രതിയുടെ അതിക്രമത്തിനിടെ പെൺകുട്ടി ഞെട്ടിയുണർന്ന് ഇയാളെ തള്ളിമാറ്റുകയും തുടർന്ന് ഇയാൾ ഇറങ്ങി ഓടുകയും ചെയ്തു. ഭയം കാരണം കുട്ടി ആരോടും ഇക്കാര്യം പറഞ്ഞില്ല. രാവിലെയാണ് സംഭവം ഹോസ്റ്റൽ അധികൃതരെ അറിയിച്ചത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കിയതിനു ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. പ്രതിയെ മുൻപ് കണ്ടിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നഗരം മുഴുവനായും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തലസ്ഥാന ജില്ലയിലെ ടെക്നോ നഗരത്തിലുണ്ടായ സംഭവം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണിയും മർദ്ദനവും കാരണം സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ പേടിയാണ് പല കുട്ടികൾക്കും. സിനിമകളിൽ കാണുന്നത് പോലെ ചില ക്യാമ്പസുകളിൽ ഭീകരമായ അന്തരീക്ഷമാണ്. +2 സ്കൂളുകളിലാണ് ഈ അവസ്ഥ കൂടുതലായും കണ്ടുവരുന്നത്. മുതിർന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ ബഹുമാനിച്ചില്ലെങ്കിലും അവർ വിളിച്ചിട്ട് പോയില്ലെങ്കിലും അനാവശ്യമായ ചോദ്യം ചെയ്യൽ, പിന്നീട് ക്രൂരമർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയിൽ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവമാണ് ഒടുവിലത്തേത്. ക്രൂരമായി മർദ്ദനമേറ്റ കൂത്താളി സ്വദേശി അഭിനവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. ഒരാവേശത്തിന് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളിൽ ഇരകളുടെ മാത്രമല്ല, ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികളുടെ ജീവിതവും തകരുമെന്ന് ഓർത്താൽ നല്ലത്. പേരാമ്പ്ര കൂത്താളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അഭിനവിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. കഴിഞ്ഞ 13-നായിരുന്നു സംഭവം. സീനിയർ വിദ്യാർത്ഥികൾ അഭിനവിനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ചെല്ലാതിരുന്നതാണ് പ്രകോപന കാരണമെന്ന് അഭിനവ് പറഞ്ഞു. സ്കൂൾ വിട്ടതിന് ശേഷമായിരുന്നു മർദ്ദനം. എല്ലാവരും കൂടി വന്ന് +1 അടിച്ചു. പിന്നെ ഒരുമിച്ച് എന്നെ അടിച്ച് നിലത്ത് വീണാരോ നടന്ന് ചവിട്ടി ഹോസ്റ്റലിൽ പോയി റാഗിങ് തന്നെ. അങ്ങോട്ട് ചെന്നില്ലേനോ ബസ്സിനെ വിളിച്ചാരോ അതിനെ കൊണ്ടടിച്ചു. എല്ലാവരും കൂടി വന്ന് സ്കൂൾ വിട്ട് CCTVൻ്റെ മുന്നിൽ നിന്നല്ലേനും ഇങ്ങോട്ടൊന്ന് അടിച്ചു. അടിയേറ്റ് അഭിനവ് വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടി.
അടിയിലും ചവിട്ടിലും തോളിലിന് പരിക്കേൽക്കുകയും ചെയ്തു. അഭിനവിന്റെ കൂടെയുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. സഹപാഠികളാണ് പിന്നീട് പേരാമ്പ്രയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം നടത്തുകയാണ്. നടപടികൾ വൈകുന്നതിനാൽ പോലീസിൽ പരാതി നൽകുമെന്ന് അഭിനവിന്റെ കുടുംബം അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വളരെ ആസൂത്രിതമായി നടന്ന കൊലപാതകം. ബംഗളൂരുവിലെ യുവ ഡോക്ടർ കൃതികയെ ഭർത്താവ് അനസ്തേഷ്യ നൽകി കൊലപ്പെടുത്തിയ കേസ് ആരോഗ്യ മേഖലയെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. സ്വാഭാവിക മരണമെന്ന രീതിയിൽ എഴുതിത്തള്ളിയ കേസിൻ്റെ ചുരുളഴിച്ചത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹോദരിക്ക് തോന്നിയ സംശയമാണ്. കൊലപാതകം നടന്ന് 5 മാസത്തിന് ശേഷമാണ് പ്രതി ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനും ഇയാൾ ശ്രമം നടത്തിയിരുന്നു. എന്തിനാണ് കൃതികയെ മഹേന്ദ്ര കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ഏപ്രിലിലാണ് ഡോക്ടർ കൃതികയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ വെച്ച് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നും തുടർന്ന് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമായിരുന്നു ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാനൂല സെറ്റും ഇഞ്ചക്ഷൻ സെറ്റും മറ്റ് ചില മെഡിക്കൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടെടുത്തു. ഇതിനിടെ ഡോക്ടർ കൃതികയുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കും അയച്ചു. ഈ പരിശോധനയിലാണ് ശരീരത്തിൽ അനസ്തേഷ്യയ്ക്ക് നൽകുന്ന മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിലായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. ഡോക്ടർ എന്ന നിലയിലുള്ള പരിജ്ഞാനം ഉപയോഗിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു മഹേന്ദ്രയുടെ നീക്കങ്ങൾ. കൃതികയുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് നിരന്തരം മഹേന്ദ്ര അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഏപ്രിൽ 23-ന് കൃതികയ്ക്ക് അനസ്തേഷ്യ നൽകിയ ശേഷം മഹേന്ദ്ര തൊട്ടടുത്ത മുറിയിൽ പോയി സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അബോധാവസ്ഥയിൽ കൃതികയെ കണ്ടതോടെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും കൃതിക മരിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് മഹേന്ദ്ര നിർബന്ധിക്കുക മാത്രമല്ല സ്വന്തം നാട്ടിൽ തന്നെ ദഹിപ്പിക്കണമെന്നും വാശി പിടിച്ചു. ഇതിനായി കൃതികയുടെ അച്ഛനെക്കൊണ്ടും മഹേന്ദ്ര സമ്മർദ്ദം ചെലുത്തിച്ചു. ഇതിന് ആശുപത്രി അധികൃതർ വഴങ്ങാതിരുന്നതും മരിച്ച കൃതികയുടെ സഹോദരി ഡോക്ടർ കൂടിയായ നികിത റെഡ്ഡി എടുത്ത നിലപാടുമാണ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം പുറത്തു കൊണ്ടുവരാൻ കാരണമായത്. ഗ്യാസ്ട്രിക് ചികിത്സയ്ക്കെന്ന വ്യാജേന അനസ്തേഷ്യ മരുന്ന് ഘട്ടം ഘട്ടമായി കുത്തിവെച്ചാണ് ഡോക്ടർ മഹേന്ദ്ര കൃതികയെ കൊലപ്പെടുത്തിയത്. അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന കൃതികയ്ക്ക് സ്വന്തം വീട്ടിൽ വെച്ചും ഭാര്യ വീട്ടിൽ വെച്ചും IV ഫ്ലൂയിഡ് എന്ന വ്യാജേന പ്രൊപ്പോഫോൾ എന്ന മരുന്ന് നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടും വിവാഹേതര ബന്ധവും കൊലപാതകത്തിലേക്ക് നയിച്ചതാകാമെന്ന് പോലീസ് പറയുന്നു. കൃതികയുടെ കുടുംബത്തോട് സാമ്പത്തികമായി മഹേന്ദ്ര സഹായം ചോദിച്ചിരുന്നു. എന്നാൽ അവർ പണം നൽകാൻ തയ്യാറാകാത്തത് അയാളിൽ വിരോധമുണ്ടാക്കി. പ്രതിയെ അറസ്റ്റ് ചെയ്ത് 9 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ചോദ്യം ചെയ്യലിലും ഭാര്യയുടെ മരണം സ്വാഭാവികമാണെന്ന നിലപാടിൽ മഹേന്ദ്ര ഉറച്ചു നിന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശിനി അതുല്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭയമുളവാക്കുന്നതായിരുന്നു. പെൺമക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. യുവതിയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റത്തിന് തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് നേരത്തെ കോടതിയും വ്യക്തമാക്കിയിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത് പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഷാർജയിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സതീഷ് നിലവിൽ റിമാൻഡിലാണ്.
സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, പരിക്കേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളായിരുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ചവറ പോലീസ് എഫ്ഐആറിൽ ആദ്യം ചുമത്തിയത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ആദ്യം ഉൾപ്പെടുത്താത്തതിനാലാണ് സതീഷിന് ഇടക്കാല ജാമ്യം ലഭ്യമായത്. എന്നാൽ ഡിജിറ്റൽ തെളിവുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കോടതിയിൽ നിർണായക തെളിവായതോടെയാണ് സതീഷിന്റെ ജാമ്യം റദ്ദ് ചെയ്തതും തുടർന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയതും. അതുല്യ മരിക്കുന്നതിന് മുൻപ് സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശങ്ങളിലും വീഡിയോയിലും സതീഷ് അസഭ്യം പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തമായിരുന്നു. ഇത് സതീഷ് തന്നെയാണ് പറയുന്നത് എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിനായി ഇയാളുടെ ശബ്ദ സാമ്പിളുകളും ശേഖരിച്ച് പരിശോധന നടത്തി. സതീഷിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റത്തിന് തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തുകയാണ് അടുത്ത ഘട്ടം. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതിയും മുമ്പേ വ്യക്തമാക്കിയിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത ശേഷം റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. അതുല്യയുടെ മരണത്തിൽ ഷാർജ പോലീസ് ശേഖരിച്ച തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 19-നാണ് അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ദേവലക്കര സ്വദേശിയായ അതുല്യ ഭർത്താവ് സതീഷിനൊപ്പം ഷാർജയിലെ ഫ്ളാറ്റിൽ താമസിക്കവെയാണ് സംഭവം. മരണത്തിന്റെ ദിവസം രാത്രി 11:30 വരെയും സന്തോഷത്തോടെ സംസാരിച്ച അതുല്യ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് സഹോദരി അഖില സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുല്യ കൊല്ലപ്പെട്ടതാണെന്നായിരുന്നു വീട്ടുകാരുടെ ആരോപണം. അതുല്യയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളിൽ ചിലത് മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ളതാണെന്നതും ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. ഭർത്താവിൽ നിന്ന് അതുല്യ അനുഭവിച്ച പീഡനത്തിന്റെ തെളിവുകൾ കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് അട്ടപ്പാടിയിൽ 2 മാസം മുൻപ് കാണാതായ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തൽ. ഇലച്ചിവഴി സ്വദേശിനി വള്ളിയമ്മയെ കൊലപ്പെടുത്തിയത് ഇവരുടെ കൂടെ താമസിച്ചിരുന്ന പഴനിയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കേസിൻ്റെ ചുരുളഴിഞ്ഞത്. മൃതദേഹം ഉൾവനത്തിൽ കുഴിച്ചിട്ടതായി പഴനി പറഞ്ഞതനുസരിച്ച് പോലീസ് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. എന്നാൽ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമല്ല. അട്ടപ്പാടി ഇലച്ചിവഴി ആഞ്ചക്കക്കൊമ്പിളിലെ 45-കാരി വള്ളിയമ്മയെ 2 മാസം മുൻപ് കാണാതായതായിരുന്നു. വള്ളിയമ്മയുടെ ആദ്യ ഭർത്താവിലെ മക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. വള്ളിയമ്മയുടെ കൂടെ താമസിച്ചിരുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. വള്ളിയമ്മയെ ഉൾവനത്തിൽ കുഴിച്ചിട്ടതായാണ് പഴനി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വീണ് പരിക്കേറ്റ വള്ളിയമ്മ മരിക്കുകയായിരുന്നു എന്നാണ് പഴനി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. കൊന്ന് കുഴിച്ചുമൂടിയതാണെന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തിയതായാണ് വിവരം. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. തോക്കും ആയുധങ്ങളുമായി എത്തുന്ന ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടുന്ന പ്രധാന നഗരങ്ങളിൽ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് കേട്ടാൽ ഇവിടെ ജീവിക്കാൻ പേടി തോന്നും. കോഴിക്കോട് നഗരത്തിലെ ട്രാവൽ ഏജൻസി ഓഫീസിലെത്തി യുവാവിനെ തോക്കുചൂണ്ടി ആക്രമിച്ച കേസിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളായിരുന്നു. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൾഫിലെ ബിസിനസിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ചെറൂട്ടി റോഡിൽ കൊമേരി സ്വദേശി ഫൈജാസിന്റെ ഉടമസ്ഥതയിലുള്ള വേഗോ ട്രാവൽസിലായിരുന്നു സംഭവം.
4 പ്രതികൾ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും ഫൈജാസിനെയും സുഹൃത്തിനെയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പിക്കാസ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഫൈജാസിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് സ്വദേശികളായ ഷമീർ, അൽ ഇർത്താഫ്, മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ നിസാർ, സുലൈമാൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഗൾഫിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കോഴിക്കോട്. നമ്മുടെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടാകുമല്ലേ? എന്നാൽ എത്ര ആത്മാർത്ഥ സുഹൃത്താണേലും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അല്പ ശ്രദ്ധ വേണം കേട്ടോ. ഇന്നലെ കോഴിക്കോട് ബേപ്പൂരിലെ ഗായത്രിയുടെ വീട്ടിൽ സംഭവിച്ചതുപോലെ ചിലപ്പോൾ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ അവധിക്കെത്തിയ പെൺകുട്ടി 36 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. ആന്ധ്ര സ്വദേശിനിയായ സൗജന്യയെ അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തി. സ്വർണം പണയം വെച്ച പണവുമായി വിദേശത്തിറക്കം കറങ്ങി നടന്ന PG വിദ്യാർത്ഥിനിയെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കോഴിക്കോട് ബേപ്പൂർ പോലീസ് പിടികൂടിയത്. ബേപ്പൂർ സ്വദേശിനിയായ ഗായത്രിയോടൊപ്പം ബംഗളൂരു സുരാനയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്ന വിജയവാഡ സ്വദേശിനി സൗജന്യയാണ് പ്രതി. ജൂലൈ 17-ന് ഇരുവരും ബേപ്പൂരിലെ ഗായത്രിയുടെ വീട്ടിലെത്തി. 3-ാം നാൾ മടങ്ങിയപ്പോൾ ആരും അറിയാതെ സഹപാഠിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും 36 പവൻ സ്വർണവും സൗജന്യ കൈക്കലാക്കിയിരുന്നു. ഗായത്രിയുടെ പരാതിയിൽ ബേപ്പൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സൗജന്യയെ സംശയം തോന്നിയില്ലെങ്കിലും കോൾ രജിസ്റ്ററുകൾ അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ പോലീസിന്റെ സംശയമുന സൗജന്യയിലേക്കും നീണ്ടു. സാധാരണ ഫോൺ കോളുകൾ ഒഴിവാക്കി പൂർണ്ണമായും വാട്സാപ്പ് സംസാരത്തിലേക്ക് നീങ്ങിയത് സംശയം ബലപ്പെടുത്തി. തനിക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിയതിനാൽ ഇനി കോളേജിലേക്ക് വരില്ലെന്ന് അധികൃതരെ വിശ്വസിപ്പിച്ച സൗജന്യ ഇക്കാര്യം ഗായത്രിയോടും പറഞ്ഞിരുന്നു. മോഷണ സ്വർണം വിജയവാഡയിലെ 2 ബാങ്കുകളിലായി പണയം വെച്ച് പ്രതി ഇതിനിടെ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ ബന്ധുവീട്ടിലേക്കും പോയി. തുടർന്ന് ഗുജറാത്തിലെ വഡോദരയിലെത്തി അനുജത്തിയോടൊപ്പം താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ഇവർ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം ഒരു തവണ അവരെ കാണിക്കുകയും ഈ 2 തവണയും ആയിട്ട് 36 പവൻ്റെ സ്വർണ്ണമാണ് ഇവിടുന്ന് മോഷണം പോയത്. ഇതിനുശേഷം വളരെ നല്ല രീതിയിൽ സമഗ്രമായ ശാസ്ത്രീയമായ അന്വേഷണമൊക്കെ നടത്തി നമ്മൾ CDR ഒക്കെ എടുത്തിട്ടും അവിടെ വന്നവരുടെ വീട്ടിൽ നിരന്തരമായ സമ്പർക്കത്തിലുള്ളവരുടെ എല്ലാം CDR മറ്റു കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുകയും അതിന് പ്രകാരമാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും വിജയവാഡ, ഗുജറാത്തിലെ വഡോദര തുടങ്ങിയ സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുകയും പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് വിമാനമാർഗം പോയ പ്രതി മുംബൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഗുജറാത്തിലും മുംബൈയിലും സൗജന്യക്കായി പോലീസ് നിലയുറപ്പിച്ചിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിൽ 26 പവൻ 2 ബാങ്കുകളിലായി പണയം വെച്ചതായി പ്രതി സമ്മതിച്ചു. അവശേഷിച്ച സ്വർണം എവിടെയെന്ന് കണ്ടെത്തുന്നതിനായി പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 25 കോടി രൂപ തട്ടിയെടുത്ത സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പുകളിൽ ഒന്നാണ്. ഓൺലൈൻ ട്രേഡിംഗിൻ്റെ പേരിലാണ് മലയാളികൾ ഉൾപ്പെടുന്ന സംഘം വൻ തട്ടിപ്പ് നടത്തിയത്. കൊച്ചി സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ കേസിലെ പ്രധാനികളെ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശികളായ 3 പേരെയും സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മലയാളി യുവാക്കളാണ് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളുടെ പക്കൽ നിന്ന് 100ഓളം പാസ്ബുക്കുകളും 40 മൊബൈൽ ഫോണുകളും 250 സിം കാർഡുകളും പിടിച്ചെടുത്തു. ക്യാപിറ്റൽ എക്സ് വെബ്സൈറ്റിലൂടെ ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ
വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് കൊച്ചി സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 25 കോടി തട്ടിയത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലടക്കം പരിശോധന നടത്തിയിരുന്നു. കൊല്ലം സ്വദേശിയായ സുജിതയെ ആദ്യം അറസ്റ്റ് ചെയ്തു. തട്ടിയെടുത്ത പണത്തിൽ 4 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരെ പിടികൂടിയത്. മൊബൈൽ ഫോണുകൾ, 200 സിം കാർഡുകൾ, 100ഓളം പാസ്ബുക്കുകൾ എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തട്ടിപ്പ് തുക ഇവർ വിദേശത്തേക്ക് കടത്തിയതായാണ് വിവരം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ വ്യക്തമാക്കി. പല സൈബർ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കുണ്ട് എന്നതാണ് മനസ്സിലായത്. മറ്റ് ഈ കേസിലേക്ക് വേണ്ടി ഈ കേസിൽ ഉൾപ്പെട്ട പല ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. പല കമ്മ്യൂണിക്കേഷനുകൾ നടത്തിയത് ഇവർ കൈവശത്തുള്ള സിം കാർഡ് വഴിയാണ്. ബാക്കി സിം കാർഡുകൾ, ഫോണുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന വിവരങ്ങൾ നമുക്ക് വ്യക്തമാവും. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റ് വഴി 2 കോടി 88 ലക്ഷം രൂപ തട്ടിയ കേസിലും 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കൊച്ചി. പഞ്ചാബിൽ IPS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കോടികളുടെ അനധികൃത സമ്പാദ്യം പിടികൂടിയത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊടിയ അഴിമതികളുടെ തെളിവാണ്. പഞ്ചാബിലെ രൂപാർ റേഞ്ച് DIG ഹർചരൺ സിംഗ് ഭുള്ളറിനെയാണ് CBI അറസ്റ്റ് ചെയ്തത്. 5 കോടി രൂപയുടെ കറൻസി, ആഡംബര വാഹനങ്ങൾ, ആഭരണങ്ങൾ, വില കൂടിയ വാച്ചുകൾ എന്നിവയുൾപ്പെടെ കണക്കിൽപ്പെടാത്ത ഭീമമായ സമ്പത്ത് ഇയാളിൽ നിന്നും കണ്ടെത്തി. ഒരു വ്യവസായിയിൽ നിന്ന് DIG 8 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് അനധികൃത ഇടപാടുകളിലേക്ക് അന്വേഷണം എത്തിയത്. ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് ഹർചരൺ സിംഗ് ഭുള്ളർ. ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൃഷ്ണ എന്നയാളെയും CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കാൻ പണം നൽകിയില്ലെങ്കിൽ കള്ളക്കേസിൽ കുടുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രാദേശിക വ്യവസായിയിൽ നിന്ന് ഹർചരൺ സിംഗ് 8 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് അനധികൃത സമ്പത്ത് കണ്ടെത്തുന്നതിലേക്ക് വഴി തുറന്നത്. ആകാശ് പെട്ട എന്ന സ്ക്രാപ്പ് വ്യാപാരിയോട് കൃഷ്ണ മുഖേനയാണ് പണം ആവശ്യപ്പെട്ടത്. വ്യാപാരി ഇത് സംബന്ധിച്ച് പരാതി നൽകി. തുടർന്ന് CBI ഒരുക്കിയ കെണിയിൽ 8 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെ കൃഷ്ണ കുടുങ്ങുകയായിരുന്നു. പണം കൈമാറിയ ഉടൻ തന്നെ പരാതിക്കാരൻ DIG ഫോണിൽ ബന്ധപ്പെടുകയും പണം കൈമാറിയതായി അറിയിക്കുകയും ചെയ്തു. ഇരുവരോടും ഓഫീസിലേക്ക് എത്താൻ ഹർചരൺ സിംഗ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് CBI സംഘം മൊഹാലിയിലെ ഓഫീസിലെത്തി DIGയുടെയും കൃഷ്ണയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിനെ തുടർന്ന് രൂപാർ, മൊഹാലി, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലായി ഹർചരൺ സിംഗുമായി ബന്ധപ്പെട്ട 1ലധികം സ്ഥലങ്ങളിൽ CBI റെയ്ഡ് നടത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന അനധികൃത സമ്പത്ത് കണ്ടെത്തിയത്. 5 കോടി രൂപയും 1.5 കിലോ സ്വർണവും ആഭരണങ്ങളും CBI പിടിച്ചെടുത്തു. ഇതിനു പുറമെ മേഴ്സിഡസ്, ഓഡി കാറുകൾ, 22 ആഡംബര വാച്ചുകൾ, ലോക്കർ താക്കോലുകൾ, 40 ലിറ്റർ വിദേശ മദ്യം എന്നിവയും കണ്ടെത്തി. ഒരു ഡബിൾ ബാരൽ തോക്ക്, പിസ്റ്റൾ, റിവോൾവർ, എയർഗൺ എന്നിവയും പിടിച്ചെടുത്തു. കൃഷ്ണയുടെ വസതിയിൽ നിന്ന് 21 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കോടികളുടെ അനധികൃത സമ്പാദ്യം പിടികൂടിയത് പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. പഞ്ചാബ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലായതോടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. തന്നെ കുടുക്കിയതാണെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പോറ്റി പറഞ്ഞതോടെ സ്വർണം കട്ടവരെല്ലാം ഇനി കരുതിയിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. പ്രതിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടിയതോടെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, ശബരിമല എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. 2 കിലോയിലധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ കോടതിക്ക് മുന്നിൽ പോറ്റിക്ക് നേരെ ചെരുപ്പേറുമുണ്ടായി.
കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാവിലെ 10:30യോടെയാണ് റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ. പ്രതിഭാഗം അഭിഭാഷകനും പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് കോടതി മുറിയിലുണ്ടായിരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് അന്വേഷണത്തിൽ പങ്കാളിത്തം വഹിക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹായിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കോടതിയിൽ നിന്ന് ബഹുമാനയുടെ കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു 14 ദിവസത്തെ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശാരീരികമായ പല പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്ന കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോടതി പോലീസ് കസ്റ്റഡി നൽകിയത് കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ജീവനക്കാർക്കും ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് അന്യായമായി കവർച്ച ചെയ്യാൻ ബോധപൂർവം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ തട്ടിയെടുത്തുവെന്നും 394 ഗ്രാം സ്വർണം മാത്രമാണ് സ്വർണ്ണപ്പാളികളിൽ പൂശിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കോടതി നടപടികൾക്ക് ശേഷം പുറത്തുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ BJP പ്രവർത്തകൻ ചെരുപ്പെറിഞ്ഞു. പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. സ്വർണം വേർതിരിച്ചെടുത്ത ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഹൈദരാബാദ്, ബംഗളൂരു, ശബരിമല എന്നിവിടങ്ങളിലും പോറ്റിയെ എത്തിച്ച് തെളിവെടുക്കും. വേർതിരിച്ചെടുത്ത സ്വർണം മറ്റുള്ളവർക്ക് പങ്കുവച്ചു എന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. തൊണ്ടി മുതലായുള്ള സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. റാന്നി കോടതിയിൽ നിന്നും പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ കാർ ഉപാധികളോടെ കസ്റ്റംസ് വിട്ടുകൊടുത്തു. ദുൽഖറിന്റെ ഉടമസ്ഥയിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ കാറാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ വിട്ടു നൽകിയത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയതെന്ന് സംശയിക്കുന്ന 43 വാഹനങ്ങൾ പിടികൂടിയതിൽ ദുൽഖറിന്റെ ഒരെണ്ണം ഉൾപ്പെടെ 4 കാറുകളാണ് ഇനി കസ്റ്റംസിന്റെ പക്കലുള്ളത്. 39 എണ്ണം വിട്ടുകൊടുത്തിട്ടുണ്ട്. തൃശൂർ സ്വദേശി റോബിന്റെ കാറും വിട്ടുകൊടുത്തതിൽ ഉൾപ്പെടുന്നു. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കസ്റ്റംസ് നടപടി. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നായിരുന്നു ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു നൽകണമെന്ന് കസ്റ്റംസിനോട് ഇടക്കാല ഉത്തരവിട്ടത്. വാഹനത്തിന് ആവശ്യമുള്ള രേഖകൾ പരിശോധനാ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നുവെന്ന് ദുൽഖർ സൽമാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. ചെന്നൈ സ്വദേശി ഡാനിയൽ അത്യാസ് ഇടയ്ക്ക് കേരളത്തിൽ വരുന്നത് ആരാധനാലയങ്ങൾ സന്ദർശിക്കാനാണ്. കേൾക്കുമ്പോൾ തോന്നും ആളൊരു ഭക്തനാണെന്നല്ലേ. എന്നാൽ ഡാനിയൽ എത്തുന്നത് മോഷണം ലക്ഷ്യമിട്ടാണ്. പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് കവർച്ച. കഴിഞ്ഞ മാസം നെയ്യാറ്റിൻകര കത്തീഡ്രൽ പള്ളിയിൽ നടത്തിയ മോഷണ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഡാനിയൽ.
സെപ്റ്റംബർ 22-ന് പട്ടാപ്പകൽ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്തെ കത്തീഡ്രൽ പള്ളിയിൽ നടത്തിയ മോഷണത്തിലാണ് ഡാനിയൽ മത്യാസ് എന്ന 29-കാരൻ പിടിയിലായത്. കൊല്ലത്തുനിന്ന് പിടികൂടിയ പ്രതിക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ ഉണ്ട്. നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകര പള്ളിയിലെ അൽത്താരയുടെ മുൻപിലുണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡ് എടുത്ത് രൂപക്കൂട്ടിന്റെ പൂട്ട് തല്ലി തകർത്താണ് മോഷണം നടത്തിയത്. മാതാവിന്റെ പ്രതിമയിൽ അണിയിച്ചിരുന്ന നോട്ടുമാലകൾ ഉൾപ്പെടെ കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞത് പോലീസിന് ഏറെ സഹായമായി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. നെയ്യാറ്റിൻകരയിലെ മോഷണത്തിന് ശേഷം ചെന്നൈയിലേക്ക് കടന്ന പ്രതി മധുരയിലും മോഷണം നടത്തിയതായി പോലീസ് പറയുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഡാനിയൽ കൊല്ലത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ് അവിടെ എത്തി ഇയാളെ പിടികൂടിയത്. പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മോഷണം, ലഹരിക്കടത്ത്, അടിപിടി അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് മലപ്പുറം പൊന്നാനി സ്വദേശി റഫീഖ് എന്ന ഷഫീഖ്. മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്ന റഫീഖ് ഒടുവിൽ പിടിയിലായി. ഇയാളുടെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ക്രിമിനൽ കേസുകളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി മാറഞ്ചേരി സ്വദേശി മുഖത്തേയിൽ റഫീഖ് എന്ന ഷഫീഖിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലും അടിപിടി, ലഹരിക്കടത്ത് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് റഫീഖ് എന്നും പോലീസ് പറഞ്ഞു. ചങ്ങരംകുളം, പൊന്നാനി, വളാഞ്ചേരി, തിരൂർ, തേഞ്ഞിപ്പലം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ റഫീഖിനെതിരെ കേസുകളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ റഫീഖിനെ തിരൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. രാത്രിയിൽ വീടിൻ്റെ വാതിലും ജനലുമൊക്കെ പൂട്ടിയിട്ടുണ്ടോ എന്ന് കിടന്നുറങ്ങുന്നതിന് മുൻപ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം കള്ളന്മാർ നമ്മുടെ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാകാം. മലപ്പുറം വഴിക്കടവിൽ വീടിൻ്റെ ജനാലയിലൂടെ കള്ളൻ മൊബൈൽ ഫോൺ മോഷ്ടിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സംഭവത്തിൽ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നക്കൽ സ്വദേശി ഷിഹാബുദ്ദീനെ വഴിക്കടവ് പോലീസാണ് പൊക്കിയത്. വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് ജനലിലൂടെ കൈയിട്ട മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ താമസക്കാരനായ ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രി വീടിന്റെ ജനൽപ്പടിയിൽ മൊബൈൽ ഫോൺ വെച്ച് ഉറങ്ങിയതായിരുന്നു പരാതിക്കാരൻ. തുറന്നു കിടന്ന ജനലിലൂടെ ഷിഹാബുദ്ദീൻ ഫോൺ മോഷ്ടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വീട്ടുടമസ്ഥന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രദേശത്തെ 30ഓളം CCTV ക്യാമറ ദൃശ്യങ്ങളും വഴിക്കടവ്, എടക്കര, നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും പരിശോധന നടത്തിയ ശേഷമാണ് ഷിഹാബുദ്ദീനിലേക്ക് പോലീസ് എത്തിയത്. മോഷ്ടിച്ച മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പ്രതിക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനും വിൽപ്പനയ്ക്കായി കഞ്ചാവ് സൂക്ഷിച്ചതിനും കേസ് നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ.
കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത ഭിന്നതയാണ് ഉണ്ടാക്കിയത്. അതിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചില പ്രസ്താവനകൾ പ്രശ്നം കൂടുതൽ വഷളാക്കിയെന്ന് പറയേണ്ടി വരും. എന്തായാലും ഇനി മകളെ ഈ സ്കൂളിലേക്ക് വിടുന്നില്ലെന്ന് പിതാവ് അറിയിച്ചതോടെ വിവാദം കെട്ടടങ്ങിയെന്ന് കരുതാം. അതിനിടെ ഹിജാബ് വിവാദത്തിൽ DDയുടെ ഉത്തരവിന് ഹൈക്കോടതി അടിയന്തര സ്റ്റേ അനുവദിച്ചില്ല. സ്കൂളിൻ്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചക്കുള്ളിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് DD അയച്ചിട്ടുള്ള റിപ്പോർട്ട് അതിന് അടിയന്തര സ്റ്റേ വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അടിയന്തര സ്റ്റേ നൽകാനാകില്ല എന്ന് തന്നെയാണ് ആ ആവശ്യം കോടതി തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണത്തിന് മറുപടി നൽകിയ ശേഷം പ്രത്യേകിച്ചും CBSE സ്കൂളിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ, അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് മറുപടി നൽകിയ ശേഷമായിരിക്കും വീണ്ടും 24-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കും. ആ സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാനാകൂ. അതേസമയം സ്കൂളിൻ്റെ ആവശ്യം അടിയന്തരമായി ഈ വിഷയത്തിൽ സ്റ്റേ ചെയ്യണമെന്നാണ്. ആ ആവശ്യം കോടതി നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പാരന്റ് കുട്ടിയെ സ്കൂളിൽ ഹിജാബ് ധരിക്കാതെ, അതായത് സ്കൂളിൻ്റെ യൂണിഫോം അനുസരിച്ചിട്ട് തന്നെ സ്കൂളിൽ അയക്കാൻ തയ്യാറായിരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീണ്ടും ഉണ്ടായിരുന്ന പ്രതികരണം വിവാദത്തിലേക്ക് വീണ്ടും നയിച്ചത്. സ്കൂൾ അധികൃതരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അധികൃതർക്കെതിരെ നടത്തിയ പരാമർശം പിന്നീട് വീണ്ടും വിവാദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത് സ്കൂളിൻ്റെ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്നതിലേക്കും അത് വേണമെങ്കിൽ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിക്കണമെന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ വന്നിരുന്നു. അത് വീണ്ടും, അതായത് ഹൈബീഡൻ MP മുഹമ്മദ് ഷിയാസിൻ്റെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു അന്ന് കുട്ടിയുടെ പാരൻ്റുമായി സംസാരിച്ച ശേഷം ഇവർ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് എത്തിയിരുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം ഈ വിവാദം അടങ്ങി എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു പ്രയോഗവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും അദ്ദേഹം ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന അധ്യാപിക എങ്ങനെയാണ് കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നതിനെ വിലക്കുക എന്നുള്ളതിൽ വിരോധാഭാസമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് വീണ്ടും വിവാദമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഹിജാബ് വിവാദം വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ന് വീണ്ടും ഈ ഹൈക്കോടതി അടിയന്തര സ്റ്റേ നൽകണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കും. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലപ്പുഴയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി MDMAയും പടക്കങ്ങളുമായി പിടിയിലായി. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രഞ്ജിത്താണ് 4 ഗ്രാമോളം MDMAയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അനധികൃത പടക്കങ്ങളുമായി പോലീസിന്റെ പിടിയിലായത്. മൂവാറ്റുപുഴയിൽ നിരവധി കേസുകളിലെ പ്രതികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. പ്രതി മുളവൂർ സ്വദേശി ഷിനാജ് സലീം അറസ്റ്റിൽ. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ എത്ര വഴക്കും അടിയും ഏറ്റിട്ടുണ്ടാകുമല്ലേ? ഇന്നത്തെ പോലെ ഗുഡ് പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊന്നും അന്നത്തെ അച്ഛനമ്മമാർ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. കുട്ടികളുടെ കുഞ്ഞു മനസ്സിനേൽക്കുന്ന മുറിവുകളെക്കുറിച്ചൊന്നും അന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഇപ്പോൾ മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാൻ ക്ലാസ്സുകൾ വരെയും ചില രക്ഷിതാക്കൾ പോകാറുണ്ട്. എന്നാൽ പിള്ളേരെ മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മാതാപിതാക്കൾ ചെറുതായി ദേഷ്യപ്പെട്ടാലോ അധ്യാപകർ വഴക്കു പറഞ്ഞാലോ ഇപ്പോഴത്തെ കുട്ടികൾ വീട് വിട്ടിറങ്ങുകയാണ്. ചിലർ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാം. ഈ പകൽ ആലുവ ചെങ്ങമ്മനാട്ടെ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയതാണ് 14-കാരനെ കാണാതായ സംഭവം. പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ 9ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. ആരോടും പറയാതെ നാട് വിട്ടു പോകാൻ തീരുമാനിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം കേട്ടോ. ആ സമയം അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും വേദനയും ഇതുപോലെ മക്കളൊക്കെ ആയി കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.